മാക്സിമം റെസ്പെക്ട് തരും, സ്നേഹം തരും. അതോടൊപ്പം തന്നെ നിലപാടിന്റെ കാര്യം വരുമ്പോ മനസ്സിലൊന്ന് പുറമെ വേറൊന്ന്, അത് പൃഥ്വിരാജിനില്ല. പൃഥ്വിരാജിന്റെ സിനിമ നമ്മുടെ സ്വന്തം ജഗദീഷ് ഏട്ടൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ആദ്യം പറയാം. വിപിനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, അടുത്ത ചിത്രത്തിൽ ഒരു വേഷം വേണം. വിപിൻ എൻ്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു, ഇതിൽ 3 അച്ഛന്മാരുണ്ട്, ഇതിൽ ഏത് അച്ഛൻ വേണം ജഗദീഷ് ചേട്ടന്? ഞാൻ പറഞ്ഞു, ഏത് ചെയ്താലായിരിക്കും, ഏത് ഞാൻ ചെയ്താലായിരിക്കും കൂടുതൽ നന്നാവുക? അത് രാജുവിൻ്റെ അച്ഛനാണ്. അപ്പം അങ്ങനെ വിപിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഞാൻ വന്നു. അത് 2 കൈ നീട്ടി ഈ ചിത്രം സ്വീകരിച്ചപ്പോൾ, ഈ സക്സസിന്റെ ഭാഗമായപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഷൂട്ടിംഗ് സമയത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇനി വളരെ ത്രില്ഡാക്കി നിലനിർത്തിയത് ബൈജു എന്ന നടനാണ്. അതായത് ഈ ക്ലൈമാക്സ് സീൻസിൽ നിങ്ങൾക്ക് അറിയാം, ചില ദിവസങ്ങളിൽ 1 ഷോട്ടേ കാണുള്ളൂ, ചില ദിവസങ്ങളിൽ 2 ഷോട്ടേ കാണുള്ളൂ. അത്രയും സമയവും ബോറടിക്കാതിരിക്കാനുള്ള കാരണം ഈ ബൈജുവിന്റെ പുച്ഛമാണ്. അവസാനം പാട്ട് സീനിൽ വിളിച്ചു. വിപിൻ പറഞ്ഞു, 3 നൈറ്റ് ഉറക്കമൊഴിയേണ്ടി വരും, ജഗദീഷ് ചേട്ടാ ഒന്ന് സഹകരിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ബൈജു എൻ്റെ അടുത്ത്, നിങ്ങൾ കൊണ്ടുവരില്ല, അപ്പൊ ഞാൻ പറഞ്ഞു, സഹകരിക്കണ്ടേ, ആവശ്യമില്ല. പക്ഷെ എൻ്റെ ഒരു രീതി അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, ഓക്കെ, ആ 3 രാത്രിയും അപ്പൊ എത്ര ഷോർട്സിലുണ്ടെന്നുള്ളതല്ല, ആ സോങ്ങിന്റെ ഭാഗമാവുക. ഇന്നിപ്പോ ഇവിടെ ആദ്യം കാണിച്ചപ്പോൾ അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. പിന്നെ ഇതില് അസോസിയേറ്റ് ചെയ്തതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ മുകേഷ് ആർ മേത്ത എന്ന് പറഞ്ഞ ലോങ് ബാക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരു പ്രൊഡ്യൂസർ എന്നതിലപ്പുറം ഞാൻ ചെന്നൈ ചെല്ലുമ്പോഴൊക്കെ തന്നെ എനിക്ക് വേണ്ട ഒരു ആതിഥ്യം തന്നിട്ടുള്ള ഒരു എൻ്റെ നല്ല ഫ്രണ്ടാണ്. സാരഥിയെ, തിരുവനന്തപുരത്തുകാരൻ സാരഥിക്ക് നല്ലൊരു പശ്ചാത്തലമുണ്ട്. സുപ്രിയ മേനൻ എന്ന് പറയുമ്പോൾ മുംബൈയിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയം. അന്ന് തന്നെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ജേർണലിസ്റ്റുകളിൽ നമ്മുടെ ബ്രില്യൻ്റ് വൊക്കാബുലറി ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ അനർഗളം നിർഗളിക്കുക എന്നൊക്കെ പറയില്ലേ. പക്ഷേ അതിൽ അധികം അഹങ്കരിക്കണ്ട, അതിനെ വെല്ലുന്ന ആളാണ് പൃഥ്വിരാജ്. അങ്ങനെ ഒരാളാണ് ഇവിടെ. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം, എൽഡേഴ്സിനെ മാക്സിമം റെസ്പെക്ട് തരും, സ്നേഹം തരും. അതോടൊപ്പം തന്നെ നിലപാടിന്റെ കാര്യം വരുമ്പോൾ മനസ്സിലൊന്ന് പുറമെ വേറൊന്ന്, അത് പൃഥ്വിരാജിനില്ല. പൃഥ്വിരാജിന്റെ മനസ്സിലുള്ളത് മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും. അതൊരു ഗ്രേറ്റ് ക്വാളിറ്റിയാണ്. അത് നിലനിർത്തുക നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരെ കുറിച്ചെല്ലാം വളരെ വളരെ യങ്ങായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞു. പൃഥ്വിരാജിനെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് സ്റ്റേൺ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, അതിപ്പോ ജഗദീഷ് ചേട്ടനായാലും ബൈജു ചേട്ടനായാലും ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ, ചേട്ടാ ഇതാണ് സംഭവം, അത് കഴിഞ്ഞിട്ട് ചേട്ടാ സുഖല്ലേ എന്ന് ചോദിക്കുന്ന ആ ലൈൻ നമുക്ക് വളരെ ഇഷ്ടം. പിന്നെ വിപിൻ, ബാക്കിയുള്ള ക്യാമറാമാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ കോ ആർട്ടിസ്റ്റ് എല്ലാവരും, കുഞ്ഞികൃഷ്ണൻ മാഷിന്റെ പേര് മാത്രം ഇവിടെ വിട്ടുപോയി, ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ മാഷ് വളരെ ഒരു ആശ്വാസമായിരുന്നു ആ ഷൂട്ടിങ്ങിനിടയിൽ. ഫീമെയിൽ ആർട്ടിസ്റ്റ് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതൊരു വലിയ വിജയമായി തീർന്നതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ ആ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് നേര് എന്ന് പറഞ്ഞ ചിത്രം ഞാനും ബൈജും കൂടെ കാണാൻ ഒരു അവസരം കിട്ടി. ആലുവ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതിലൊരു സീൻ വന്നപ്പോൾ വളരെ ഇമോഷണലായിട്ട് ബൈജു ആദ്യമായിട്ട് എൻ്റെ ഒരു സീൻ കണ്ട് കരഞ്ഞു. അത് തൊട്ടടുത്തിരുന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിനുശേഷം ബൈജു എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെന്തിനു കരയണത്? ഞാൻ കരഞ്ഞ നോക്കി, നിങ്ങളെന്തിനു കരയണത്? നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചത് ഞാൻ മറക്കുന്നില്ല. താങ്ക് യു സോ മച്ച്.